മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഈ തിരുവചനത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഗർഭിണികളായ അമ്മമാർക്കും ഉദരത്തിലുള്ള കുഞ്ഞു മക്കൾക്കും കർത്താവിന്റെ വചനം പ്രഘോഷിച്ച അർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയത്തിന്റെ വ്യത്യസ്തമായ ചുവടുവെപ്പ് മാതൃകയായി. ഇടവകയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുഞ്ഞുമക്കളെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മമാരെ ഒരുമിച്ച് കൂട്ടിയതിലൂടെ ജീവന്റെ സന്ദേശം പകരുകയും ഒപ്പം ഗർഭപാത്രം മുതൽ കല്ലറ വരെയും തിരുസഭ മാതാവ് ഒപ്പമുണ്ടെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ബസിലിക്ക റെക്ടർ റെവറൻഡ് ഫാദർ യേശുദാസ് കാട്ടുങ്കത്തയിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. ഞാൻ അർത്തുങ്കൽ ബസിലിക്ക റെക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കത്തയിൽ. ഇന്നിവിടെ വളരെ മഹത്തായ ഒരു സംരംഭം നടക്കുകയാണ്. കുറച്ചധികം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനെ വിളിച്ച് ഒരു ക്ലാസ് ഒരുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എൻ്റെ ക്ലാസ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ ഇനാഗുറൽ സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷത്തോടെ 2 ഡോക്ടർമാർ, ഒരു സിസ്റ്ററും ഒരു സലോമും ഈ ക്ലാസ് എടുക്കുകയാണ്. ഏറെ സന്തോഷം തോന്നിയത് ദൈവദാനമായ ജീവനെ എത്ര കരുതലോടെയാണ് കത്തോലിക്ക സഭ കാണുകയെന്നും അതിനെ സമീപിക്കുന്നതെന്നും പറയാൻ ഈ സെമിനാർ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. 2 തലങ്ങളിലായിട്ടാണ് ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ദൈവശാസ്ത്രപരമായ ലൈഫ് ദൈവദാനം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്കും, രണ്ടാമത്തേത് ഡോക്ടർമാർ വരുന്നത് കൊണ്ട് അതിൻ്റെ ബയോളജിക്കൽ സമീപനത്തിലേക്കുമാണ് ഈ ക്ലാസ്സുകൾ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ചിന്തിച്ചെടുത്ത ഇതിൻ്റെ സംഘാടകർക്ക്, ജീസസ് യൂത്ത് അംഗങ്ങൾക്ക്, ബഹുമാനപ്പെട്ട ജോസഫ് അൽഫോൻസ് അച്ഛന്, ഞങ്ങളിവിടുത്തെ അസിസ്റ്റൻ്റ് അച്ഛനാണ്, എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ക്ലാസ് ഏറെ പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട യേശുദാസ് അച്ഛൻ വിവരിച്ചു. ഞാൻ ബാംഗ്ലൂർ കാനലിനോട് ലൈസൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിഷയം ഒരാൾ അബോർഷന് സ്വന്തം ആഗ്രഹപ്രകാരം വിധേയമായാൽ എന്ത് ശിക്ഷയാണ് സഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? കാരണം ഓരോ ജീവനും അമൂല്യമാണ്, ദൈവദാനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നഷ്ടപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. അങ്ങനെ സഭാനിയമം പറയുന്ന ഇയാളെ തിരുത്താനുള്ള വഴി എന്താണ്? അങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു എനിക്ക് ചെയ്തെടുക്കാനായി. എങ്ങനെയാണ് ജീവൻ തുടങ്ങുന്നത്? സങ്കീർത്തനം 139 13 മുതലുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് വായിച്ചേക്കണം. ഇത് അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗത്തിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മൺതരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. സങ്കീർത്തനത്തിൽ ഒരു ജീവൻ്റെ തുടക്കത്തെക്കുറിച്ചും ദൈവം അതിനെ പരിപാലിക്കുന്നതിനെക്കുറിച്ചും പറയുകയാണ്. ഒരു ടെസ്റ്റോടെ എനിക്ക് പറയാനുണ്ട്. അത് ജെറമിയ 1:5 വാക്യമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപപ്പെടുന്ന സമയത്ത് തന്നെ, അതിനു മുമ്പ് തന്നെ അങ്ങ് എന്നെ അറിഞ്ഞിരുന്നു. എന്നെ അവിടെ നിന്ന് അറിയുകയും എന്നെ അവിടെ നിന്ന് പരിപാലിക്കുകയും ചെയ്തു. ദൈവദാനമാണ് ജീവനെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ദൈവം നൽകിയ ജീവനെ സുന്ദരമായി പരിപാലിക്കാൻ നിങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കും സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. 6 മക്കൾക്ക് സിസേറിയനിലൂടെ ജന്മം നൽകിയ ഡോക്ടർ സലോമാക്സിന്റെ ജീവിത സാക്ഷ്യം പ്രത്യേക ശ്രദ്ധ നേടി. എൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് 28ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സെർവിക്സ് ഓപ്പൺ ആയി. അപ്പോൾ ബെഡ് റെസ്റ്റ് കാലിങ്ങനെ പൊക്കി വെച്ചിട്ടുള്ള ബെഡ് റെസ്റ്റ്, നല്ല രസകരമായ ബെഡ് റെസ്റ്റ്. അപ്പോൾ
പോയി കൊച്ചിന് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നെ ഞങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞ്, എനിക്ക് ഉടനെ അടുത്ത കുഞ്ഞുങ്ങളാവണമെന്നുണ്ടായിരുന്നു, പക്ഷേ തമ്പുരാൻ തന്നില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ കുഞ്ഞിനെ തന്നു. മൂന്നാമത്തെ കുഞ്ഞിനെ തരുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പേടിയുണ്ട്, ഉടനെ അടുത്ത കൺട്രാക്ഷൻ വരും, സെർവിക്സ് ഓപ്പൺ ആവും, പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കേണ്ട വരുമോ. പക്ഷെ തമ്പുരാൻ അതിന് എന്നെ അനുവദിച്ചില്ല, ഒരൊറ്റ പ്രഗ്നൻസിയിൽ അനുവദിച്ചില്ല പിന്നീട് അങ്ങോട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ആദ്യത്തെ പ്രഗ്നൻസി പോലെ തന്നെയാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഓരോ പ്രഗ്നൻസിയിലും ദൈവം തരാനിരിക്കുന്ന കൃപയും ദൈവം നമ്മളെ കടത്തിവിടുന്ന വഴികളും വ്യത്യസ്തമായിരിക്കും. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി, ഞാനൊരു ഡോക്ടറാണ്, പക്ഷെ ഇങ്ങനെയൊക്കെയാ പറയുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി GDM ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ വേറെ ഒരു പ്രഗ്നൻസിയിലും എനിക്ക് GDM ഇല്ല, ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ്, അതായത് നമുക്ക് അതിൽ അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇതും അങ്ങനെ സംഭവിക്കും. ആദ്യത്തെ കുഞ്ഞ് പെട്ടെന്ന് പുറത്തു വന്നു, അടുത്തത് പെട്ടെന്ന് പുറത്തു വിടും, അങ്ങനെ നമുക്ക് ഒരു നിർബന്ധവും ഇല്ല. ഇത് നമ്മൾ ഓരോ പ്രഗ്നൻസിയും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനുള്ള, നമ്മൾ ഇപ്പോഴത്തെ കാരണവന്മാരെയും ഇപ്പോഴത്തെ നമ്മുടെ ഈ ജനറേഷൻ, ഞാൻ ഉൾപ്പെടെയുള്ള കാരണവന്മാരെയും 10 മക്കളുള്ള അമ്മമാരുടെ കാരണവന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാ. അവർക്ക് അതുപോലെ ദൈവാശ്രയം, നമുക്കുള്ളതുപോലെയല്ല. എല്ലാ കാര്യത്തിലും ദൈവമേ എന്നുള്ളൊരു വിളി അത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാണ്, നമ്മൾ അതിലേക്ക് തിരിച്ചു വരട്ടെ. അപ്പം നമുക്ക് കൂടുതൽ ശക്തിയോടെ തിരിച്ചു പോകാനായിട്ട് പറ്റും. അമ്മമാരെയും ഉദരത്തിലെ കുഞ്ഞുമക്കളെയും പരിശുദ്ധാത്മാവ് നിറച്ചെന്ന് ഈ സാക്ഷ്യം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. നമസ്കാരം. ഇന്നിവിടെ ഗർഭിണികളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനൊരു ക്ലാസ് വെച്ചതും ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്ന ഡോക്ടർ സലോം നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് കുട്ടികൾ 3 കുട്ടികൾ മതി എന്നുള്ളൊരു പ്ലാനിങ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, 3 അല്ല, അതിൽ എത്രത്തോളം കുട്ടികൾ നമുക്കാകാമോ അത്രത്തോളം കുട്ടികൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്ന ഡോക്ടറിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എന്നിൽ അത്രത്തോളം ഒരു ബോധം ഡോക്ടറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. ഡോക്ടറും ഡോക്ടറിൻ്റെ ഹസ്ബൻഡും അവരുടെ കുട്ടികൾക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഈ ഡോക്ടറായിട്ടും ഇത്രയും കുട്ടികളെയൊക്കെ അവർ മാനേജ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒത്തിരി നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്യൊന്നും ചെയ്യുന്നില്ല, ഒരു കുഞ്ഞ് എനിക്ക് ഓൾറെഡി ഉണ്ട്. ആ കുഞ്ഞിനെ നോക്കാൻ പോലും എനിക്ക് അത്രത്തോളം അതൊക്കെ ഭയങ്കര സ്ട്രഗിളായിട്ട് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ അവർ ഇത്രയും കുട്ടികൾ 6 കുട്ടികൾ അവർക്കുണ്ടായി, 5 കുട്ടികളുണ്ട് ഇപ്പോൾ. അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ അനുഭവത്തിലൂടെ അവരുടെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായത് കുട്ടികൾ എത്രത്തോളം ഉണ്ടാവുമോ അത്രത്തോളം നല്ലതാണെന്നുള്ളൊരു ആത്മീയ ബോധം എനിക്കുണ്ടായി. അപ്പോൾ അത് ഞാൻ ഈശോയോട് നന്ദി പറയുന്നു. അപ്പോൾ ഇനി എൻ്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ എനിക്ക് മനസ്സിലായത് കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശാസ്ത്രം വളരുമ്പോഴും ക്രൈസ്തവ ധാർമ്മികത നഷ്ടപ്പെടാതെ ഗർഭാവസ്ഥയിൽ ആധുനിക ചികിത്സാ രീതിയെ എങ്ങനെ സമീപിക്കണമെന്ന് ഗൈനക്കോളജി ഡോക്ടർ കൂടിയായ സിസ്റ്റർ ഗ്രേറ്റ അമ്മമാർക്ക് ബോധവൽക്കരണം നടത്തി. ദൈവത്തിൻ്റെ ദാനമാണല്ലോ മക്കള്. ദൈവം നമുക്ക് ദാനമായി നൽകുന്ന മക്കള്, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് മക്കളുണ്ടാവുള്ളൂ. എൻ്റെ അടുത്ത് ഒത്തിരി പേര് കുട്ടികളില്ലാത്തവർ വരുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഫെയിലിയർ ആകുമ്പോൾ നമ്മളവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കിട്ടും. നമ്മൾ ഫെയിലിയറായി പോയവർ പോലും പ്രാർത്ഥനയ്ക്ക് പോയി അവർ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പ്രഗ്നൻ്റ് ആകുന്നതായിട്ട് കാണാറുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരാൾക്ക് കുഞ്ഞുണ്ടാകാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മളുടെ ചിന്തയിലും നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും നോട്ടവും എല്ലാം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ദേവാലയത്തിൽ നിന്ന് ചിന്തിക്കുന്നതെല്ലാം ദൈവം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറകിലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദൈവം അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ മക്കളുണ്ടായി. ചിലർക്ക് ദൈവം കൂടുതൽ മക്കളെ നൽകുന്നു, ചിലർക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകുന്നു, ചിലർക്ക് ദൈവം മക്കളെ നൽകുന്നില്ല. അതെല്ലാം നമ്മൾ ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കുണ്ടാകുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ദൈവത്തോട് ചേർന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ വിശുദ്ധിയിലും സ്നേഹത്തിലും വളരുവാൻ സഹായിക്കും.
അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇതിൻ്റെ എല്ലാം രൂപീകരണം നടക്കുന്നത് ഗർഭകാലത്തും ശൈശവത്തിലുമാണ്. ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന ഭക്ഷണം, അമ്മ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൻ്റെ രൂപീകരണത്തെ വളരെയധികം ബാധിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണം. ഒന്നും അമിതമാകാൻ പാടില്ല. എല്ലാം ആവശ്യമുണ്ട്. നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്, പ്രോട്ടീൻ ആവശ്യമുണ്ട്, ഫാറ്റ് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് പലപ്പോഴും കൂടുതലാണ്. അത് പലപ്പോഴും കുഞ്ഞുങ്ങളെ ശാരീരിക വൈകല്യത്തിലേക്ക് നയിക്കും. 2, കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ രൂപീകരണം. അതാണ് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ നല്ല രീതിയിലായിരിക്കാനും നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരോട് ഇടപഴകുവാനും ജീവിതത്തിൽ നന്നായിട്ട് മുന്നേറുവാനും സഹായിക്കുന്നത് ഗർഭകാലം 14 ആഴ്ച മുതൽ 4 വയസ്സ് വരെയുള്ള കാലയളവിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹപൂർണമായ സാന്നിധ്യവും കരുതലും തലോടലും ശ്രദ്ധയും പരിചരണവും അതുപോലെ തന്നെ ശിക്ഷണവും ആവശ്യമാണ്. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു കുഞ്ഞ് ഒരു ദൈവ മനുഷ്യനായിട്ട്, ദൈവത്തിന് പ്രിയപ്പെട്ട ദൈവ സ്വഭാവമുള്ള മക്കളായിട്ട് വളർന്നു വരാൻ സഹായിക്കുന്നത്. മാതാപിതാക്കളുടെ നിറസാന്നിധ്യത്തിലൂടെ കുഞ്ഞുങ്ങളിൽ സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ വളരുവാനും, സ്നേഹമാണ് ഭൂമിയിൽ, സ്നേഹമില്ലെങ്കിൽ ഭൂമി ശിഥിലമായി പോകും, ഭൂമി നരകതുല്യമാവും. അപ്പോൾ ഈ സ്നേഹം കുഞ്ഞുങ്ങളിൽ ഉടലെടുക്കുന്നത് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലൂടെയാണ്. ഇനി 2, ഏതെങ്കിലും കാരണത്താൽ ശാരീരികമായോ മാനസികമായോ പ്രശ്നങ്ങൾ ഒരു കുഞ്ഞിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ അവരുടെ ആത്മീയ ജീവിതം, ആത്മാവിൻ്റെ ശക്തി അവരെ സഹായിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ മാതാവും പിതാവും ഒരുമിച്ച് മക്കളോട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ബന്ധവും ആഴപ്പെടാൻ സഹായിക്കുകയും വളർന്നു വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ലോകത്തിലേക്ക് തിരിയാതെ ദൈവത്തിലേക്ക് തിരിയാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തരായി മുന്നേറുവാനും തങ്ങളുടെ പരാജയങ്ങളെയും തങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവത്തിൽ ശക്തി ആർജിച്ച് മുന്നേറുവാനും ജീവിത വിജയം നേടുവാനും സാധിക്കും. അപ്പോൾ ഗർഭകാലവും ശൈശവവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാതാവും പിതാവും ഒരുമിച്ച് മക്കളെ ശാരീരികമായും മാനസികമായും ആത്മീയമായും പക്വമായ രീതിയിൽ രൂപപ്പെടുത്താൻ അവരുടെ ഉത്തരവാദിത്വം, അവരുടെ കടമയും ധാരാളമുണ്ട്. പക്ഷേ അതിന് നമുക്ക് ദൈവാനുഗ്രഹം വേണം. നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് മാതാവും പിതാവും സെപ്പറേറ്റായി പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ജോലി സംബന്ധമാകാം, രോഗങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുമ്പോൾ ഒരു ദൈവ മക്കൾക്ക് രൂപം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയവും മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഡോക്ടർമാരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും നമ്മൾ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ നമുക്ക് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ്, ദൈവമക്കൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ കടമയും ഉത്തരവാദിത്വം അതാണ്, ദൈവമക്കൾക്ക് രൂപം കൊടുക്കുക. അതിന് ഈ ഗർഭകാലവും 4 വയസ്സ് വരെയുള്ള 4-5 വയസ്സ് വരെയുള്ള കാലയളവിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലൂടെ കർത്താവും സഭയും ആഗ്രഹിക്കുന്ന വിശുദ്ധിയുള്ള ഒരു കുടുംബത്തെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചെന്ന് പ്രോഗ്രാം കോർഡിനേറ്ററായ ഫാദർ ജോസഫ് കൊല്ലാപ്പറമ്പിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. 127 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് ദമ്പതികൾ കടന്നു വരുവാനായിട്ട് വേണ്ടിയിട്ട് അർത്തുങ്കൽ ബസിലിക്ക ഗർഭിണികളുടെ ഒരു പ്രാർത്ഥനാ സംഗമം നടത്തുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ വ്യക്തികളുമാണ് ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് വന്നത്. വളരെ മനോഹരമായിട്ട് എങ്ങനെ ഒരു കുടുംബം തങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തി കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്ദേശം കൊടുക്കുവാനായിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒത്തിരി മനോഹരമായിട്ട് ഇത് ചെയ്യുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഈ അമ്മമാർ ഇതുപോലെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ യോഹന്നാനെ പോലെ അവരുടെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടട്ടെ. വിശുദ്ധിയുള്ള ഒരു തലമുറയ്ക്കായി ഗർഭപാത്രം മുതലുള്ള അർത്തുങ്കൽ ബസിലിക്കയുടെ ആത്മീയ ഒരുക്കം നമുക്കെല്ലാം മാതൃകയാകട്ടെ. ഷെക്കേന ന്യൂസ്, ആലപ്പുഴ.